ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഹരിത വിപ്ലവമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഗ്രീൻ റെവല്യൂഷൻ്റെ പിതാവ്, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോങ്. ഇദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ആര്? നോർമൻ ബോർലോങ്. സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യ ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോങ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് പേർ പട്ടിണി മരണങ്ങൾ ഒഴിവാക്കിയ ഒരാളാണ് നോർമൻ ബോർലോങ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോങ്. ഈ ഗ്രീൻ റെവല്യൂഷൻ ആദ്യം നടന്നത് മെക്സിക്കോയിലാണ്, ഗോതമ്പിലാണ്. അവിടെയാണ് ഇൻ്റർനാഷണൽ മെയ്സ് ആൻഡ് വീറ്റ് ഇംപ്രൂവ്മെൻറ്റ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഗ്രീൻ റെവല്യൂഷൻ ആദ്യം നടന്നത് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യയിലെ ഭവനമാണ് ഫിലിപ്പീൻസ്. അന്താരാഷ്ട്ര അരി ഗവേഷണ കേന്ദ്രം IRRI, ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മനിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യയിലെ ഭവനമാണ് ഫിലിപ്പീൻസ്. അടുത്ത ഹരിത വിപ്ലവം ഇന്ത്യയിൽ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ ആണ്. മലയാളിയാണ് അദ്ദേഹം, മാങ്കൊമ്പുകാരനാണ്. ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് MB സിംഗ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? MB സിംഗ് ആണ്. പ്രാധാന്യം കൊടുത്ത വിള ഗോതമ്പാണ്. പ്രാധാന്യം കൊടുത്ത നാണ്യവിള പരുത്തിയാണ്. ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനം പഞ്ചാബാണ്. നമുക്കറിയാമല്ലോ, പഞ്ചാബ് ഒരു കാർഷിക മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് പഞ്ചാബ്. ഇതിന് 2 ഘട്ടങ്ങളായിരുന്നു ഉണ്ടായത്. ആദ്യത്തെ ഘട്ടം 1965 മുതൽ 75 വരെയും രണ്ടാം ഘട്ടം 1975 മുതൽ 85 വരെയുമായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നാം ഘട്ടം നോക്കാം. ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പഞ്ചാബ്, ആന്ധ്ര, തമിഴ്നാട് എന്നീ 3 സംസ്ഥാനങ്ങളായിരുന്നു. പ്രാധാന്യം കൊടുത്ത വിള ഗോതമ്പുമായിരുന്നു. ഈ ഒന്നാം ഘട്ടത്തെയാണ് ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത രണ്ടാം ഘട്ടത്തിൽ അത് 1975 മുതൽ 85 വരെയും അതിൽ പ്രധാനമായും മറ്റു വിളകളെയും കൂടി ഈ ഹൈ ഈൽഡ് വെറൈറ്റീസ്, നേരത്തെ മുൻപ് ഒന്നാം ഘട്ടത്തിൽ ഹൈ ഈൽഡ് വെറൈറ്റീസിൽ ഗോതമ്പ് മാത്രമായിരുന്നെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ മറ്റു വിളകളെയും ഉൾപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. അടുത്തായിട്ട് ഹരിത വിപ്ലവം അവലംബിച്ച മാർഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ പ്രയോഗിച്ചു. ഹൈ ഈൽഡ് വെറൈറ്റീസ് ആയിട്ടുള്ള വിത്തിനങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും അവ പ്രയോഗിക്കുകയും ചെയ്യപ്പെട്ടു. വളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ ഉപയോഗം കൂടി. ജലസേചന മാർഗങ്ങൾ കൊണ്ടുവന്നു. നൂതന യന്ത്രസാമഗ്രികളുടെ ഉപയോഗം കൂടി. കർഷകർക്ക് വായ്പകൾ നൽകി. സബ്സിഡികൾ അനുവദിച്ചു. അതുപോലെ തന്നെ ഡബിൾ ക്രോപ്പിംഗ് സിസ്റ്റം നടപ്പിലാക്കി. ഡബിൾ ക്രോപ്പിംഗ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ വർഷത്തിൽ 2 തവണ വിളവ് കൊയ്യാൻ നമുക്ക് പറ്റി. വിള വിതയ്ക്കാനും കൊയ്യാനും നമുക്ക് പറ്റി. അതിൽ എന്താ വെച്ചാൽ ഈ ഹൈ ഈൽഡ് വെറൈറ്റീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ ഒരു കോപ്പ് എന്ന് വെച്ചാൽ അത് 6 മാസം കൊണ്ട് വിളവെടുപ്പിന് പാകമാവുന്നത് ഈ ഹൈ ഈൽഡ് വെറൈറ്റീസ് 3 മാസം കൊണ്ട് സാധ്യമാക്കി. അങ്ങനെയൊക്കെയുള്ള ചില മാർഗങ്ങളിലൂടെയാണ് ഈ ഡബിൾ ക്രോപ്പിംഗ് സിസ്റ്റം നടപ്പിലാക്കിയത്. അടുത്തത് ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം IADP. ഈ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള നൂതന മാർഗങ്ങൾ, അതായത് ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ പ്രയോഗിക്കുകയും വളങ്ങളും കീടനാശിനികളും അതേപോലെ തന്നെ നൂതനമായ സാമഗ്രികളുടെ ഉപയോഗമൊന്നും അന്നത്തെ കർഷകർക്ക് അന്യമായിരുന്നു. അവർക്കതിനെ പറ്റിയുള്ള അറിവില്ലായിരുന്നു. അവർക്ക് ജില്ലാതലത്തിലുള്ള ഒരു ബോധവൽക്കരണ പ്രോഗ്രാമായിരുന്നു IADP അഥവാ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ജില്ലാതലത്തിലുള്ളത്. അതുപോലെ തന്നെ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി വലിയൊരു മേഖലകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു IAAP. അതും ഇതേ സ്വഭാവം തന്നെയുള്ളൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. അടുത്തതായിട്ട് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്ന നേട്ടങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഓഫ് കോഴ്സ് ഹൈ ഈൽഡ് വെറൈറ്റീസ് ആകുമ്പം ഒരുപാട് വിളവെടുപ്പാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വർഷത്തിൽ 2 തവണ നമ്മൾ വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കരുതൽ ശേഖരങ്ങൾ സൂക്ഷിക്കാൻ സാധിച്ചു. അതായത് എന്തെങ്കിലും അടിയന്തര സാഹചര്യം വരുമ്പോഴൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിന് ജനങ്ങളെ സഹായിക്കാനായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ന്യൂസുകളിലൊക്കെ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴൊക്കെ സർക്കാർ അരി എത്തിച്ചു എന്നൊക്കെയുള്ള അങ്ങനെ ഭക്ഷ്യധാന്യങ്ങൾ കൂടുതൽ
കരുതി സൂക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷ്യ സ്വയംപര്യാപ്തത ഇന്ത്യ കൈവരിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതി കുറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഉൽപ്പാദനം കൂടുമ്പോൾ സ്വാഭാവികമായും ഇറക്കുമതി കുറയുമല്ലോ. അതാണ് ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതി അങ്ങനെയാണ് കുറഞ്ഞത്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. അതെല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഈ ബാക്കിയുള്ള പോയിന്റുകൾ നമുക്ക് ഊഹിച്ചെടുക്കാം. അങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകളിൽ നമ്മൾ പല ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്തിച്ചേരുന്നത്. ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട പ്രവണത മാറി. കയറ്റുമതി കൂടി. ഗ്രാമീണ തൊഴിലവസരങ്ങൾ കൂടി. അതുപോലെ തന്നെ ഈ നേട്ടങ്ങൾ മാത്രമല്ല ഗ്രീൻ ഉണ്ടായത്, കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവ എന്തൊക്കെയെന്ന് നോക്കാം. രാസവളങ്ങളുടെയും കീടനാശികളുടെയും അമിത ഉപയോഗം. മണ്ണിൽ pHന്റെ തോത് ഉയർന്നു. അതായത് ഈ ആൽക്കലി സ്വഭാവമുള്ളതാണ് ഈ രാസവളങ്ങളും കീടനാശികളും ഒക്കെ. അത് അമിതമായി ഉപയോഗിക്കുമ്പോൾ മണ്ണിലെ pHന്റെ തോത് ഉയരുക സ്വാഭാവികമാണ്. കർഷകർ തമ്മിൽ ഇടയിലുള്ള അന്തരം വർദ്ധിച്ചു. അതായത് ഒരു 50 സെൻറ്റിലൊക്കെ ഉള്ള കർഷകന് കിട്ടുന്ന ലാഭമൊന്നുമല്ല ഒരു 5 ഏക്കറിലും ഹെക്ടർ കണക്കിനൊക്കെ ഉള്ളു. നോർത്ത് ഇന്ത്യയിലൊക്കെ 10ഉം 50ഉം ഹെക്ടറുകളിൽ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. വലിയ കോടീശ്വരന്മാരാണ് അവരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡീമെറിറ്റ്സ് ആയിട്ട് പറയപ്പെടുന്നത്. അടുത്ത അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. ഗോതമ്പിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് സോണാലിക, ലെർമ റോജോ, സബർമതി സൊണാറ. ഈ സബർമതി സൊണാറയാണ് MS സ്വാമിനാഥൻ കണ്ടുപിടിച്ച വിത്തനമാണ്. ഇത് സബർമതി സൊണാറ ഗോതമ്പിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ കല്യാൺ സോന. അടുത്ത നെല്ലിൻ്റെയാണ് IR8, ജയ, രത്ന എന്നിവ. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? താഴെ തന്നിരിക്കുന്നതിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു. അത് ശരിയാണ്. ഉയർന്ന ഉൽപ്പാദനം കമ്പോള മിച്ചത്തിന് ഇടയാക്കി. ശരിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗം കാർഷിക രംഗത്ത് ഉണ്ടായി. മൂന്നും ശരിയാണ്. അപ്പം ആൻസർ ഏതാണ്? ആൻസർ A ആണ്. 1, 2, 3. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കാർഷിക വിളയിനമായ സോണാലികയെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ ഏത്? അത്യുൽപാദന ശേഷിയും കീടങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുമുള്ള നെല്ലിനമാണ്. തെറ്റ്. അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഒരു ഗോതമ്പിനമാണ്. ശരി. അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയും കീടങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുമുള്ള ഇനം ചോളമാണ്. അതും തെറ്റ്. അപ്പോൾ ഏതാണ്? 2 മാത്രമാണ് ശരി. അപ്പം ഓപ്ഷൻ 1 പോകാൻ. പ്രസ്താവന 2 മാത്രം ശരി. അപ്പം A ആണ് ആൻസർ ഇവിടുത്തെ. അടുത്ത ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെയും ഉൽപ്പാദനം അത്ഭുതപൂർവമായി വർദ്ധിച്ചു. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അഥവാ HYV ഹൈൽഡ് ഈൽഡ് വെറൈറ്റീസ് ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. അപ്പോൾ ഇതും ശരിയാണ്. ഇതിൽ നിന്ന് എല്ലാ വിളകളിൽ ഹൈൽഡ് വെറൈറ്റീസോ അല്ലെങ്കിൽ ഇതുണ്ടായിരുന്നു ഇല്ലായിരുന്നു. ഗോതമ്പ് അങ്ങനെ ഭക്ഷ്യധാന്യങ്ങളിലുണ്ട്. പ്രധാനമായിട്ടും ഭക്ഷ്യധാന്യങ്ങളിലായിരുന്നു ഗോതമ്പ്, നെല്ല് തുടങ്ങിയവ. പയറുവർഗ്ഗങ്ങളിലും ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇവിടെ തെറ്റായിട്ടുള്ളത് ബന്ധമില്ലാത്തത് ഫസ്റ്റാണ്, ആദ്യത്തെയാണ്. അപ്പം 1 മാത്രം B ആണ് ഇവിടുത്തെ ആൻസർ. അപ്പം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? 2023 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിച്ചത്. ആൻസർ A ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ ആര്? നോർമൻ ബോർലോങ് ആണോ? അല്ല. അദ്ദേഹം എവിടെയാണ്? ലോകത്തിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ബോർലോങ്. MS സ്വാമിനാഥൻ. അതാണ് ശരിയായ ആൻസർ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കുന്നതിനുള്ള 2 പരിപാടികളാണ് IADPയും IAPയും. നോർമൻ ബോർലോഗ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെട്ടു. തെറ്റ്. അപ്പം ഓപ്ഷൻ എന്താണ്? 1 മാത്രമാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവത്തിന് ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ്. താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഒരു നേട്ടമാണ്.
ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, വീണ്ടും നേട്ടമാണ്. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു, അതൊരു നേട്ടമാണോ? അതല്ല, അതൊരു കോട്ടമാണ്. ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു, അതും ശരിയാണ്. അപ്പം ആൻസർ സി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം വാസ് റിലേറ്റഡ് ടു ദ ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ? വാസ് നോട്ട് റിലേറ്റഡ് ടു എന്നായിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഒരു തിരുത്തുണ്ട്, നോട്ട് റിലേറ്റഡ് ടു കേട്ടോ, നിങ്ങളത് ശ്രദ്ധിക്കണം. നോട്ട് റിലേറ്റഡ് ടു ദ ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഉള്ളതാണ്. ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം അതും ഉള്ളതാണ്. ഹൈൽഡ് വെറൈറ്റീസ് പ്രോഗ്രാം അതും ഉള്ളതാണ്. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം അത് ഇതിൽ പെടുന്നതല്ല. Next question. Which of the following statement is not one of the three basis of element in the method of green revolution? Continued expansion of farming. അതായത് കൃഷി സ്ഥലത്തിൻ്റെ വിസ്തൃതി കൂട്ടി. ഡബിൾ ക്രോപ്പിംഗ് എക്സിസ്റ്റിംഗ് ഫാം ലാൻഡ് അതും ശരിയാണ്. യൂസിങ് സീഡ്സ് വിത്ത് ഇംപ്രൂവ്ഡ് ജെനറ്റിക് അതും ശരിയാണ്. മൂന്നും ശരിയാണ്. അപ്പോൾ ഇതാണ് ഇതിൽ തെറ്റായിട്ടുള്ള ഏതാണെന്നാണ്? ഒന്നും എല്ലാം ശരിയാണ്. അപ്പോൾ ഡി ആണ് ഇവിടുത്തെ ആൻസർ.